നല്ല ചെട്ടിനാട് രുചിയിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 കഷ്ണം പട്ടയും 4 കുഞ്ഞു ഗ്രാമ്പും 2 ഏലക്കായും ചേർത്തിട്ട് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനോടുള്ള മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും 3 ഉണക്കമുളകും ചേർത്തിട്ട് ഇതും ഒന്ന് ചൂടായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കണം. ഇനി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇളം ബ്രൗൺ ആയിട്ട് വറുത്ത ശേഷം നമുക്കിത് അരച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. എല്ലാം ഒന്ന് വാടിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് കുറച്ച് പുളി വേണം. അപ്പോൾ 1 തക്കാളി അരച്ചതും 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരി ചേർക്കുന്നില്ലെങ്കിൽ തക്കാളി തന്നെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഇങ്ങനെ മസാല റെഡി ആവുമ്പോൾ നമുക്ക് അരച്ച കൂട്ട് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. കറി തിളച്ചു വരുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ മുട്ട ഇങ്ങനെ മുകളിൽ വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചെട്ടിനാട് രുചിയുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.